ഉലകിൻ ഉയരാം ഉണർവുകൾ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലെ സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് ഓരോരോ കാലഘട്ടങ്ങളിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഈ പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിശ്വാസങ്ങളായിരുന്നു. ഇടി, മിന്നൽ, മഴ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, അവർക്ക് ദൈവങ്ങളായിരുന്നു അല്ലേ. പക്ഷെ കാലക്രമേണ അത്തരത്തിലുള്ള പല വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് അവരെ ശാസ്ത്രം പഠിപ്പിച്ചു. ഇന്ന് ശാസ്ത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഭരിക്കുന്നത് അല്ലേ. അത്തരത്തിൽ പുതിയൊരു ശാസ്ത്രലോകം വന്നതോടുകൂടി മനുഷ്യന്റെ ചിന്താഗതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അല്ലേ. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതിയുണ്ട്, ദൈവദശകം എന്ന് പറയുന്നത്. ആ കവിതയ്ക്ക് പകരമായിട്ട് രചിച്ച ഒരു കവിതയാണ് സയൻസ് ദശകം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ച രഹസ്യങ്ങളെയൊക്കെ എന്താണ് ദൈവികമായിട്ട് അല്ലെങ്കിൽ ആത്മീയതയുമായിട്ടൊക്കെ ചേർത്ത് നിർത്തിയ ആളായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ മഴയും വെയിലും തണുപ്പും കാറ്റും എല്ലാം എന്താണ്, ഈശ്വരനാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഗുരു പുലർത്തിക്കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് സയൻസ് ആണ് ഈ ലോകത്തിന്റെ സത്യം എന്ന് വിളിച്ചു പറയുകയാണ് ആര് ചെയ്യുന്നത്, സഹോദരൻ അയ്യപ്പൻ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് അല്ലേ. അതിനു പകരമായിട്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് എന്താണ്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന ആഹ്വാനമാണ്. വരികൾ ഇങ്ങനെയാണ്: കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുറന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. വെളിച്ചം, മിന്നൽ, ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിവാക്കും സയൻസിന് തൊഴുന്നു ഞാൻ. അപ്പോൾ എത്ര വലിയ പ്രകാശം പരന്നാലും തെളിയാതെ നിൽക്കുന്ന പ്രപഞ്ച രഹസ്യങ്ങളെ വെളിച്ചം, മിന്നൽ, ചൂട്, ഒച്ച എന്നിവയിലൊക്കെ മറഞ്ഞിരിക്കുന്ന സത്യത്തെ വെളിവാക്കുന്ന സയൻസിനെയാണ് ഇവിടെ ആര് തൊഴുന്നത്, കവി തൊഴുന്നത്. 1917 സയൻസ് ദശകം എന്ന് പറയുന്ന ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ശാസ്ത്ര നിർവചനത്തിനുള്ള എല്ലാ സങ്കീർണതകളും ഒഴിവാക്കിക്കൊണ്ട് 10 പദ്യങ്ങളിലായിട്ടാണ് ശാസ്ത്രത്തെയും ശാസ്ത്ര സമീപനത്തെയും ആവിഷ്കരിച്ച് കൊണ്ടത്. ശാസ്ത്ര നിർവചനത്തിലുള്ള എല്ലാ സങ്കീർണതകളും ഒഴിവാക്കിക്കൊണ്ട് 10 പദ്യങ്ങളിൽ ശാസ്ത്രത്തെയും ശാസ്ത്ര സമീപനത്തെയും ആവിഷ്കരിക്കുകയാണ് ഈ കവിതയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്.